നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോൾ പലപ്പോഴായിട്ട് കേൾക്കുന്ന കാര്യമാണ് ഡോക്ടറെ കുറേ സമയം ഒന്ന് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് എണീക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തണ്ടല് വേദനയാണ്, അതല്ലെങ്കിൽ ബാക്ക് പെയിൻ ആണ്, അതല്ലെങ്കിൽ ഊരവേദനയാണ്. കുറേ സമയം നിൽക്കാൻ പറ്റുന്നില്ല, കുറേ സമയം നടക്കാൻ പറ്റുന്നില്ല, അതിൽ കുറേ സമയം എവിടെയെങ്കിലും ഇരുന്ന് എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞിട്ടേ എണീച്ച് പോരാൻ പറ്റുന്നുള്ളൂ. ചില ആളുകൾക്ക് ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന വരുന്നു. കുറേ ആളുകൾ പറയുന്നു ഡോക്ടറെ കുറേ സമയം ഓഫീസിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ചില ആളുകൾക്ക് കുറേ സമയം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പല ആളുകൾക്കും കുനിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ കുറേ സമയം കുനിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിന് ഭയങ്കരമായിട്ടുള്ള കഴപ്പ് വരുന്നു. ചില ആളുകൾക്ക് കാലിലോട്ട് വേദന ഇറങ്ങിപ്പോകുന്നു, ചില ആളുകൾക്ക് അത് തരിപ്പായിട്ട് പോകുന്നു, ചില ആളുകൾക്ക് കാലിന് ബലക്കുറവായിട്ട് പോകും. ഇങ്ങനെ പലതരം പ്രസൻറ്റേഷനാണ് നമ്മൾ സാധാരണ ഒ പിയിൽ ബാക്ക് പെയിനായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിൻ്റെ ചികിത്സയിൽ സാധാരണ കാണുന്ന ഒരു ചെറിയ തണ്ടൽ വേദന മുതൽ കാലിലോട്ട് റേഡിയേറ്റിംഗ് പെയിന് വരുന്നു, അതേപോലെ തന്നെ കാലിന് ബലക്കുറവ് വരുന്നു, അതുപോലെ തന്നെ ബവൽ യൂറിൻ ഇൻകോണ്ടിനൻസ് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ മലമൂത്രങ്ങൾ അറിയാണ്ട് പോവുക അല്ലെങ്കിൽ തീരെ പോകാത്ത രീതിയിലുള്ള സിവിയറായിട്ടുള്ള അവസ്ഥകൾ വരെ നമുക്ക് ഒ പിയിൽ കാണാൻ പറ്റും. കൃത്യമായിട്ട് ഈ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം സർജറി നിർദ്ദേശിക്കുന്നതും സർജറി ചെയ്യാതെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ബാക്ക് പെയിൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സർജറിയുള്ള അവസ്ഥകളാണെങ്കിൽ കൃത്യമായിട്ട് സർജറിയിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് കൂടെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാക്ക് പെയിൻ നമ്മൾ ചികിത്സിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു റെഡ് ഫ്ലാഗ് സൈൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ബാക്ക് പെയിൻ്റെ ചികിത്സയിൽ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഷമീർ തോടേങ്ങൽ, ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, ക്രസൻറ്റ് ആയുർവേദ ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക്, മങ്കട, മലപ്പുറം. നമ്മൾക്ക് വരുന്ന ബാക്ക് പെയിനുകൾ കൃത്യമായിട്ട് കാരണങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ട അവസ്ഥകൾ ഒഴികെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാ ബാക്ക് പെയിനുകളും സർജറി ചെയ്യേണ്ടതല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ബാക്ക് പെയിനെ സംബന്ധിച്ചോളം ബാക്ക് പെയിൻ അതല്ലെങ്കിൽ തണ്ടൽ വേദന അല്ലെങ്കിൽ ഊരവേദന എന്ന് പറയുന്നത് കുറേ അസുഖങ്ങളുടെ ഒരു ലക്ഷണമാണ്. ഊരവേദന ഒരിക്കലും ഒരു അസുഖമല്ല, പക്ഷെ അതൊരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷണങ്ങളുടെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ ആദ്യത്തെ സ്റ്റേജ്. അതുകൊണ്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വേണം കൃത്യമായിട്ട് നമ്മൾ ബാക്ക് പെയിനിൻ്റെ ചികിത്സ തേടാനുള്ളത്. എന്തൊക്കെയാണ് ബാക്ക് പെയിൻ വരാനുള്ള കാരണങ്ങൾ? നമുക്കറിയാം ബാക്ക് പെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ കഴുത്ത് വേദനയാണെങ്കിലും അതുപോലെ തന്നെ മുട്ടുവേദനയാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് ആണ്. പെട്ടെന്ന് വരുന്ന വെയിറ്റ് ഗെയിൻ, ഒബീസിറ്റിയാണ് സാധാരണ നമ്മൾ ബാക്ക് പെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് പറയുന്നത്. 5% ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 50% നമുക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത പഠനങ്ങൾ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബാക്ക് പെയിൻ ചികിത്സയുടെ ആദ്യത്തെ ഒരു പ്രോട്ടോക്കോൾ എന്നുള്ളത്. ഇനി രണ്ടാമത് വരുന്നത് സ്പോണ്ടൈലോസിസ് ആണ്. പ്രായം കൂടി വരുന്നത് നമുക്കറിയാം 30 വയസ്സിലാണ് ബോൺ മിനറൽ ഡെൻസിറ്റി ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്നത്. 30 വയസ്സ് കഴിഞ്ഞ് ഒരു 35 വയസ്സോടുകൂടി പതിയെ തേയ്മാനത്തിലോട്ട് നമ്മൾ പോകുന്നു. പ്രത്യേകിച്ച് അധികം തടി ഇളകാതെ സെഡൻറ്ററി ഹാബിറ്റ്, കുറേ സമയം ഇരിക്കുന്ന ആളുകൾ, തടി കൂടിയ ആളുകൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് കുറേ സമയം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ബാരെടുക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ബാക്ക് പെയിൻ കാണുക. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളത് കൂടി ബാക്ക് പെയിൻ്റെ ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് വരുന്നത് ആർത്രൈറ്റിസ് ആണ്. നമുക്കറിയാം 0- ആൻഡ് 0+ സ്പോണ്ടൈലോ ആർത്രോപ്പതി ഉണ്ട്. അതായത് നട്ടിലിന് വരുന്ന വാദങ്ങൾ, രക്തവാദം, ആമവാദം പോലുള്ള ബ്ലഡിൽ കാണുന്ന അവസ്ഥകളും ബ്ലഡിൽ കാണാത്ത 0- ആയിട്ടുള്ള ആർത്രൈറ്റിസുകളും നമ്മളെ നട്ടിലിനെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. 0- ആങ്കിലോസിൻ സ്പോണ്ടൈലൈറ്റിസ് പോലെയുള്ള സിവിയർ ആയിട്ടുള്ള അവസ്ഥകളും ബാക്ക് പെയിൻ അതുപോലെ തന്നെയുള്ള അവസ്ഥകളായിട്ടാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷന്, എക്സ്റേ, MRI പോലെയുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം അത് നമുക്ക് ചികിത്സിക്കാം. പിന്നെ ബാക്ക് പെയിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്ന ബാക്കിന് വരുന്ന പരിക്കുകളാണ്. നമുക്കറിയാം ഭാരം ഉയർത്തുന്ന സമയത്ത് നട്ടിലിന് വരുന്ന സ്ട്രെയിനുകൾ, അതുപോലെ തന്നെ ബാക്ക് അടിച്ച് വീഴൽ, അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇരുത്തം, ഈ ഒരു അവസ്ഥകൾ കൊണ്ട് നമുക്കറിയാം നമ്മുടെ നട്ടലിൻ്റെ
കശേരുക്കളുണ്ട്, അതുപോലെ തന്നെ ഡിസ്കുകളുണ്ട്, അതുപോലെ തന്നെ ലിഗമെൻ്റ് ഉണ്ട്. ഇവർക്ക് വരുന്ന പരിക്കുകൾ കൊണ്ട് ബാക്ക് പെയിൻ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. അടുത്തതായിട്ട് ജന്മനാ വരുന്ന, അതല്ലെങ്കിൽ നട്ടെല്ല് ഉണ്ടായി വരുന്ന, ഡെവലപ്മെൻറ്റലായിട്ട് വരുന്ന ചില കണ്ടീഷനുകളുണ്ട്. നട്ടെല്ലിൻ്റെ സെഗ്മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി വരുന്ന സ്പോണ്ടൈലോലൈസിസ് അല്ലെങ്കിൽ സ്പോണ്ടൈലോലിസ്തസിസ് പോലെയുള്ള ജന്മന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചില കണ്ടീഷനുകൾ നമുക്കറിയാം നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടാക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് നട്ടെല്ലിന് വരുന്ന നീരുകെട്ടുകൾ, അതുപോലെ തന്നെ ഇൻഫെക്ഷനാണ്. അത് വളരെ ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോട് കൂടി വേണം നട്ടെല്ലിന് വരുന്ന നീരുകെട്ടുകളും അതുപോലെ തന്നെ ഇൻഫെക്ഷനും നമ്മൾ ചികിത്സിക്കാൻ. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് സാധാരണ രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഇനി ബാക്ക് പെയിൻ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം എങ്ങനെ ബാക്ക് പെയിൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്, ഒരു രോഗമല്ല. അപ്പോൾ ഏത് രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് ബാക്ക് പെയിൻ എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. നമുക്കറിയാം കൃത്യമായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നമുക്കുണ്ട്. നട്ടെല്ലിന് വരുന്ന നീരെട്ടുകൾ, നട്ടെല്ലിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, നട്ടെല്ലിൽ വരുന്ന വാദങ്ങളെ പോലുള്ള അസുഖങ്ങൾ തിരിച്ചറിയാൻ കൃത്യമായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതേസമയം നട്ടെല്ലിൽ വരുന്ന തേയ്മാനങ്ങൾ, അതുപോലെ തന്നെ ജന്മന അല്ലെങ്കിൽ വളർച്ചയുടെ ഘട്ടങ്ങളിൽ വരുന്ന സ്പോണ്ടൈലോലൈസിസ്, സ്പോണ്ടൈലോലിസ്തസിസ് പോലെയുള്ള കണ്ടീഷന്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഡിസ്പ്ലേഷ്യ എന്നൊക്കെ പറയും, അനോമലി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബാക്കിൻ്റെ എക്സ്റേ നമുക്ക് എടുക്കേണ്ടതുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇടുപ്പെല്ലിന് വരുന്ന, ഹിപ്പ് ജോയിൻറ്റിന് വരുന്ന പെത്തോളജികളും ബാക്ക് പെയിൻ ആയിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബാക്കിൻ്റെ എക്സ്റേ നമ്മൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻ്റ് എക്സ്റേയും കൂടെ നമുക്ക് എടുക്കുന്നു. ഹിപ്പിൽ വരുന്ന പെത്തോളജിയും ഇതുപോലെ തന്നെ ബാക്ക് പെയിൻ ആയിട്ട് കാണാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതും കൂടെ ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ എക്സ്റേ എഴുതാറുള്ളത്. ഇനി ബാക്ക് പെയിൻ നമുക്ക് എപ്പോഴാണ് MRI എഴുതേണ്ടത്? നമുക്കറിയാം നമ്മളെ ഒ പിയിൽ വരുന്ന രോഗികൾ മിക്കവാറും 2, 3, 4 MRI ഒക്കെ എടുത്തിട്ട് വരുന്ന ആളുകളുണ്ട്. 1 വർഷത്തെ 2 വർഷത്തിൻ്റെ ഇടയിൽ ഇത്രയും MRI എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴാണ് MRI എടുക്കേണ്ടത്? അതായത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻ പോലെയുള്ള കണ്ടീഷൻ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ എടുത്തിട്ട് ജന്മനായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മളൊരു 3 മാസം മുതൽ 6 മാസം വരെ നമ്മൾ പേഷ്യൻറ്റിനെ ചികിത്സിച്ച ശേഷവും പേഷ്യൻറ്റിന് കുറവില്ല എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? MRIയിലോട്ട് പോകാം. അതേപോലെ തന്നെ ബാക്ക് പെയിൻ തുടക്കത്തിൽ ഊരക്ക് മാത്രം അല്ലെങ്കിൽ തണ്ടലിന് മാത്രം ഉണ്ടാകുന്ന വേദന പതുക്കെ കാലിലോട്ട് പോകുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ കാലിലോട്ട് തരിപ്പ് അല്ലെങ്കിൽ കടച്ചിൽ, അതില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബലക്കുറവിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രോഗിക്ക് കൃത്യമായിട്ട് MRI സജസ്റ്റ് ചെയ്യാം. അതല്ലാതെ ഒരു വർഷത്തിൽ 2, 3 MRI എടുക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ഇനി ഒരു MRI എടുത്തു, വീണ്ടും നമുക്ക് എപ്പോഴാണ് MRI റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഒരു MRIയിൽ നമ്മൾ കണ്ടു പേഷ്യൻറ്റിന് കാലിലോട്ട് പെയിൻ വരുന്നു, നമ്മൾ MRIയിൽ നോക്കി കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേദന കൂടുന്നു, പേഷ്യൻറ്റ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും MRI റിപ്പീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബാക്ക് പെയിൻ ചികിത്സിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു രോഗി ബാക്ക് പെയിന് ചികിത്സക്ക് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയേണ്ട ചില ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരു ഭാഗം കാലിൻ്റെ അടിയിൽ തടർന്നു പോവുകയോ അല്ലെങ്കിൽ കഴുത്തിന് താഴെ തടർന്നു പോവുകയോ ചെയ്യുന്ന അവസ്ഥയിലോട്ട് പോകുന്ന ചില കണ്ടീഷനുകളാണ് റെഡ് ഫ്ലാഗ് സൈൻ എന്നുള്ള രീതിയിൽ നമ്മളെ കഴുത്ത് വേദനയാണെങ്കിലും ബാക്ക് പെയിൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ബാക്ക് പെയിനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗ് സൈൻ? അതിൽ ആദ്യത്തേത് 18 വയസ്സിൻ്റെ താഴെ, അതുപോലെ തന്നെ 55 വയസ്സിന് മുകളിൽ ഉള്ള ഒരാൾക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ബാക്ക് പെയിൻ ആണ്. മുമ്പ് ഒരു ബാക്ക് പെയിൻ ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ബാക്ക് പെയിൻ, അത് 18 വയസ്സിന് താഴെയാണെങ്കിലും 55 വയസ്സിൻ്റെ മുകളിലാണെങ്കിലും അങ്ങനെ വരുന്ന ഒരു ബാക്ക് പെയിൻ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഏജായ ആളുകളിൽ മൾട്ടിപ്പിൾ മൈലോമ പോലെയുള്ള ക്യാൻസറുകളാണ് സാധാരണ ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരാറ്. അത് കൃത്യമായിട്ട് എക്സ്റേ അതുപോലെ തന്നെ MRI ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് നമുക്കത് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി 18 വയസ്സിന് താഴെയാണെങ്കിൽ, പ്രത്യേകിച്ച് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ജന്മനാ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, സ്പൈനിൽ വരുന്ന ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോമൈലിറ്റിസ് പോലുള്ള സിവിയർ ഇൻഫെക്ഷൻസ്, അതുപോലെ നേരത്തെ പറഞ്ഞ സ്പോണ്ടൈലോലൈസിസ്, ലിസ്തസിസ് പോലെയുള്ള കണ്ടീഷനുകൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന
ബാക്ക് പെയിൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്, ഒരു ബാക്ക് പെയിൻ വന്ന പേഷ്യൻറ്റിന് നമ്മൾ ഡിസ്റ്റൽ ന്യൂറോവാസ്കുലർ ഡെഫിസിറ്റ് എന്ന് പറയും. നമ്മുടെ കയ്യിലോട്ടോ അതിലേക്ക് കാലിലോട്ടോ വരുന്ന, കഴുത്ത് വേദനയാണെങ്കിൽ കയ്യിലോട്ട് പറയും, ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് കാലിലോട്ട് വരുന്ന നമ്മളെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ മസിലുകൾക്ക് വരുന്ന തളർച്ച, അല്ലെങ്കിൽ തരിപ്പ്, ബലക്കുറവുകൾ ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ, ബാക്ക് പെയിൻ വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ വേഗം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, രാത്രിയിൽ മാത്രം കൂടുന്ന തരം ചില ബാക്ക് പെയിനുകൾ നമുക്ക് കാണാൻ പറ്റും. സാധാരണ ചില പേഷ്യൻ്റ് നമുക്ക് പറയാൻ പറ്റും, ചില ഡോക്ടേഴ്സും നമ്മളോട് പറയാറുണ്ട്, അവർ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, പേഷ്യൻറ്റിന് ബാക്ക് പെയിൻ ഉണ്ട്, ചികിത്സകളൊക്കെ തുടരുന്ന സമയത്ത് പകൽ വലിയ ബുദ്ധിമുട്ടില്ല, രാത്രി പേഷ്യൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ, പുറം വേദന അല്ലെങ്കിൽ ബാക്ക് പെയിന്, തണ്ടൽ വേദനയൊക്കെ വളരെയധികം കൂടുന്നു. പകൽ പൊതുവെ കുറഞ്ഞ് രാത്രി കൂടുന്ന ചില അവസ്ഥകളുണ്ട്. നമ്മൾ സാധാരണ ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ ആൻഡ് ട്യൂമർ, നട്ടിൽ വരുന്ന നീരട്ടുകൾ, നട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അവസ്ഥകളിലാണ് പൊതുവെ രാത്രി വേദന കൂടുന്ന ഒരവസ്ഥ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക. ഏർലി ഡയഗ്നോസിസ് ആണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്ക് പെയിൻ വന്ന പേഷ്യൻറ്റിന് പനിയോട് കൂടിയുള്ള ബാക്ക് പെയിൻ ആണ്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെങ്കിൽ, മുതിർന്നവരിലാണെങ്കിലും പനിയോട് കൂടിയ ബാക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കൃത്യമായിട്ടുള്ള ഇൻഫെക്ഷൻ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ആയിട്ട് വരുന്ന ഫീവർ, റിക്കറൻ്റ് ആയിട്ട് വരുന്ന പനികൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ബാക്ക് പെയിനോട് കൂടി വരുന്ന പനി, അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കാണ് പെട്ടെന്ന് വരുന്ന ഒരു 1-2 ആഴ്ചക്കുള്ളിൽ 5 കിലോയിലധികം ബോഡി വെയിറ്റ് കുറയുന്ന സഡൻ വെയിറ്റ് ലോസ് വരുന്ന ബാക്ക് പെയിനുകളും, അതല്ലെങ്കിൽ പനിയോട് കൂടിയ ബാക്ക് പെയിനുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമുക്കറിയാം, ഒരാൾ വീണ ശേഷമാണ് നമ്മളടുത്ത് വരുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു രോഗി നമ്മളടുത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് നട്ടലിന് പൊട്ടലുകൾ അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് പരിക്കുകളില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ചികിത്സിക്കാവൂ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ട്രോമയ്ക്ക് ശേഷം വരുന്ന ബാക്ക് പെയിൻ ചികിത്സിക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നട്ടലിൽ അല്ലെങ്കിൽ തണ്ടല് വേദന അല്ലെങ്കിൽ ഊരവേദന വന്നൊരു പേഷ്യൻറ്റിന് ഏറ്റവും അടുത്ത് തന്നെ 2 കാലിലോട്ടും ബലക്കുറവുകളും അല്ലെങ്കിൽ കാലിന് തരിപ്പുകളും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളൊരു പേഷ്യൻറ്റിന് ബവൽ യൂറിൻ ഇൻകോൺസ്, മലമൂത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക, അതിൽ അറിയാതെ പോകുന്ന ഒരവസ്ഥ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ, അതായത് ഹയർ സെൻറ്ററിലോട്ട് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമേ ആ ചികിത്സ തുടങ്ങാവൂ എന്നുള്ളതാണ്. ബാക്ക് പെയിൻ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റ് മുകളിലോട്ട് പൊക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ബാക്ക് പെയിനുള്ളൊരു പേഷ്യൻറ്റിന് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഡ്രോപ്പ്, അത് നമുക്കൊരു വാർണിംഗ് സൈനാണ്. അതായത് കൃത്യമായിട്ട് അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ആ നടത്തത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഞൊണ്ടലിലൊക്കെ അല്ലെങ്കിൽ മടന്തിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഫുഡ് ഡ്രോപ്പ്. സോ ഒരു റീസെൻ്റ് ഓൺസെറ്റ് ഓഫ് ഫുഡ് ഡ്രോപ്പ് ഒരു ബാക്ക് പെയിനിൽ നമ്മൾ പറയുകയാണെങ്കിലും അതും വളരെ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ള ഒരാളുകൾക്ക് നമ്മൾ പെരിനിയൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്, നമ്മുടെ 2 തുടയുടെ ഉൾഭാഗം നമ്മൾ പ്രൈവറ്റ് ഏരിയയിൽ വരുന്ന മരവിപ്പുകൾ ഒരു ബാക്ക് പെയിൻ ഉള്ളൊരു പേഷ്യൻറ്റിന് വരികയാണെങ്കിൽ, അപ്പോൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഏരിയയിൽ മരവിപ്പ് വരുന്നു, നമ്മളെ കാലിൻ്റെ താഴത്തോട്ട്, നമ്മളെ നീ ജോയിൻ്റെ താഴത്തോട്ട് തരിപ്പ് വരുന്നു, ബലക്കുറവ് വരുന്നു, ബവൽ യൂറിൻ ഇൻകോണിയൻസ്, അതായത് മലമൂത്രങ്ങളൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് അറിയാതെ പോവുക, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യേണ്ട അവസ്ഥകൾ കൂടിയാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥകൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ചികിത്സ തുടങ്ങാവൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇനി വരുന്നത് മുമ്പൊരു ക്യാൻസറിൻ്റെ ഹിസ്റ്ററിയുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ശരീരത്തിൽ എവിടെയാണെങ്കിലും ബ്രസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഓവറിയൻ ക്യാൻസർ പോലെയുള്ള നമ്മുടെ ശരീരത്തിൽ എവിടെ ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിനാണ് പിന്നീട് ഒരു ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് MRI ഒക്കെ എടുത്ത് അത് ക്യാൻസറിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സ്പ്രെഡ് മെറ്റാസ്റ്റാസിസ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ബാക്ക് പെയിനെ നമ്മൾ ചികിത്സിക്കാവൂ. കുറേയധികം പേഷ്യൻസിനെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പേഷ്യൻറ്റിന് നമ്മൾ ഒരു സംശയം കൊണ്ട് MRI എടുക്കുമ്പോൾ അത് ക്യാൻസർ സ്പ്രെഡായിട്ട് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു MRI ഒക്കെ എടുത്ത ശേഷം മാത്രമേ നമ്മൾ ബാക്ക് പെയിൻ്റെ ചികിത്സ തുടങ്ങാവൂ. ഇനി നമുക്ക് ബാക്ക് പെയിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം? നേരത്തെ പറഞ്ഞതുപോലത്തെയാണ്, കൃത്യമായിട്ട് ഇതൊരു ലക്ഷണമാണ്. അപ്പോൾ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന്
തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റീസെൻറ്റ് ഓൺസെറ്റ് ഓഫ് ബാക്ക് പെയിൻ ഒരു 15 വയസ്സിൻ്റെ മുകളിൽ 18 വയസ്സിൻ്റെ മുകളിൽ 65 വയസ്സിൻ്റെ താഴെയുള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ എക്സ്റേയും എഴുതിയിട്ട് അസുഖം ഡയഗ്നോസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ചികിത്സ തുടങ്ങാൻ പാടുള്ളൂ. ഇനി രണ്ടാമത് പറയുന്നത് ഫ്രാക്ചർ പോലെയുള്ള കണ്ടീഷനിൽ അതിൽ മുമ്പൊരു ഹിസ്റ്ററി, ഒരു ഫോള് ഹിസ്റ്ററി ശേഷം വരുന്ന ഉരവേദനയാണെങ്കിൽ എക്സ്റേ എടുത്ത് ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ചികിത്സ തുടങ്ങാൻ. നേരത്തെ പറഞ്ഞ പോലെ പൊണ്ണത്തടിയാണ് അല്ലെങ്കിൽ സെഡൻറ്ററി ഹാബിറ്റ് ആണെങ്കിൽ ആ വെയിറ്റ് കുറക്കാനുള്ള കറക്റ്റായിട്ടുള്ള ഡയറ്റ് പറയുന്നു, നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ലോസിലുള്ള പ്രോട്ടോക്കോള് എക്സസൈസ് പറയുന്നു, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ പറഞ്ഞ് വെയിറ്റ് കുറച്ച ശേഷം മാത്രമേ നമ്മൾ ബാക്ക് പെയിൻ ചികിത്സയിലോട്ട് പോവുള്ളൂ. നമുക്കറിയാം നമ്മളെ പ്രാക്ടീസിൽ സാധാരണയായിട്ട് ഒരു 5 തരത്തിലാണ് നമ്മൾ ക്ലിനിക്കലി നമുക്ക് ഊരവേദന കാണാൻ പറയുക. ചില ആളുകൾക്ക് കുനിഞ്ഞ് കുറേ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, കുറേ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, കുറേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ബാക്ക് പെയിൻ വരുന്നു. അതേസമയം ഡ്രൈവിംഗ് നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുന്നോട് എണീച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ വേദന ഉണ്ടാവില്ല. നമ്മൾ സാധാരണ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ വരുന്ന പേഷ്യൻറ്റിനാണെങ്കിൽ കൃത്യമായിട്ട് മസിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ടൈറ്റായിട്ടുള്ള മസിലിനെ നമുക്ക് ലൂസാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെങ്ത് ചെയ്യേണ്ടത് സ്ട്രെങ്തൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബാക്ക് പെയിനെ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം കുറേ സമയം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, കുറേ സമയം ഇരുന്ന ആളുകൾക്ക് നമ്മളെ ഗ്ലൂട്ട് മസിൽസ് അല്ലെങ്കിൽ പൈരിഫോമീസ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഒക്കെ വളരെ വീക്കാവും അല്ലെങ്കിൽ ഫ്ലാറ്റായി പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഹിപ്പ് ഫ്ലെക്സർ ഗ്രൂപ്പ് ഓഫ് മസിൽ ടൈറ്റായിട്ട് പോകും. ടൈറ്റ് ഹിപ്പ് ഫ്ലെക്സർ ആവും, വീക്ക് ഗ്ലൂട്ട് ആൻഡ് പൈരിഫോമീസ് മസിൽ ആണ് കുറേ സമയം ഇരിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈറ്റായ മസിൽ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ്, ലഞ്ചസ് പോലെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് പറയുന്നു. അതുപോലെ തന്നെ പൈരിഫോമി സ്ട്രെച്ച്, അതുപോലെ തന്നെ ഗ്ലൂട്ട് സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ബാക്ക് പെയിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്ന ആളുകൾ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാലോ കുനിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞാലോ ഭാരെടുത്ത് കഴിഞ്ഞാലോ അവർക്ക് ബാക്ക് പെയിൻ വരുന്നു, തണ്ടൽ വേദന അല്ലെങ്കിൽ പുറം വേദന വരുന്നു. നമ്മൾ കൃത്യമായിട്ട് റെസ്റ്റ് കൊടുത്താൽ മാത്രമേ ആ വേദന അവർക്ക് കുറയുന്നുള്ളൂ. അവരുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ വേദനയുണ്ട്. നമുക്ക് ബാക്കിൻ്റെ ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് പെയിന് വരും. അവർക്ക് അധികം ഇരിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ അധികം കുനിയാൻ കഴിയില്ല. എങ്ങാനും അവർ കുഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടാണ് വരുന്നത്. സാധാരണ നമ്മൾ പറയുന്ന ഡിസ്കോജനിക് പെയിൻ ആണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ഇതെപ്പോഴാണോ കൃത്യമായിട്ട് ചികിത്സിക്കാതിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ കാലിലോട്ട് റേഡിയേറ്റിംഗ് ചെയ്യുന്ന പെയിന് വരുന്നത്, കാലിലോട്ട് തരിപ്പ് വരുന്നത്, കാലിലോട്ട് ബലക്കുറവ് വരുന്നത്. അത് നമുക്ക് സയാറ്റിക്ക എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് നമുക്ക് വേറെ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ വരുന്ന പേഷ്യൻറ്റിന് കൃത്യമായിട്ട് റെസ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് എക്സ്റേ അല്ലെങ്കിൽ MRI ഒക്കെ ചെയ്ത ശേഷം ഡിസ്കിന് എവിടെയാണോ കംപ്ലൈൻറ്റ് വരുന്നത്, അത് ഏത് ലെവലിലാണോ നമുക്കറിയാം. ഒരു പേഷ്യൻറ്റിന് നമ്മൾ അടുത്ത് വരുന്ന സമയത്ത് അവിടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് MRI അസസ് ചെയ്യാൻ പറ്റും. ആ പേഷ്യൻ്റെ കാലിലോട്ട് വരുന്ന റേഡിയേറ്റിംഗ് പെയിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് ഏത് മസിലിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കുന്നത്. നമ്മളെ കാലിൻ്റെ ആണെങ്കിൽ കാലിൻ്റെ വിരലുകളിൽ ഏത് വിരലിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, കാലിൻ്റെ വിരലിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ടോ, ആംഗിൾ ജോയിൻറ്റ് മൂവ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് MRIയിൽ എന്താണോ പറയുന്നത് അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. ഡെർമറ്റോംസ് ആൻഡ് മയോട്ടോംസ് ഒക്കെയാണ് നമ്മൾ പറയുക. അത് നോക്കിയിട്ട് നമുക്ക് MRI എടുക്കുന്ന മുമ്പ് തന്നെ കൃത്യമായിട്ട് നമുക്ക് MRI പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ പേഷ്യൻറ്റിനെ സാധാരണ MRIയിലോട്ട് നമ്മൾ വിടാറുള്ളൂ. അതല്ലാതെ പേഷ്യൻ്റ് നമുക്ക് ക്ലിനിക്കലി പേഷ്യൻറ്റിനെ നമുക്ക് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസ്കിൽ എവിടെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്കോജനിക് പെയിൻ ആണെങ്കിൽ പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു. കൃത്യസമയത്ത് നമ്മൾ ആയുർവേദിക് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട്, അതായത് ബാക്ക് പെയിൻ വന്ന പേഷ്യൻറ്റിന് ബാക്കിൽ നമ്മൾ തൊടുന്ന സമയത്ത് വേദനയുണ്ട്, അവിടെ സ്വെല്ലിംഗ് ഒക്കെ അവിടെ നീരട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പുറത്ത് നമുക്ക് തേക്കേണ്ട തൈലങ്ങളുണ്ട്, അതുപോലെ ലേപനങ്ങളുണ്ട്, അതുപോലെ ഇൻറ്റേർണലി നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ട്, അതുപോലെയുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ പ്രിപ്പറേഷൻസ് ഉണ്ട്, അതുപോലെ ക്യാപ്സൂളുകളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി നമ്മൾ ആ ഒരു ഇൻഫ്ലമേഷൻ നീരുകെട്ടും ബുദ്ധിമുട്ടും കുറഞ്ഞ ശേഷം പേഷ്യൻറ്റിന് നമ്മൾ ഐസോമെട്രിക് എക്സസൈസും അതുപോലെ തന്നെ ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസും ഒരേ സമയം ഫിസിയോതെറാപ്പി വെച്ചിട്ട് ആ പെയിൻ കുറക്കാനുള്ള മൊഡാലിറ്റീസും കൊടുത്താണ് നമ്മൾ സാധാരണ ഡിസ്കോജനിക് പെയിനെ നമ്മൾ ചികിത്സിക്കുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് ബാക്ക് പെയിൻ വരുന്നത്
രോഗികൾ നമ്മൾ വന്ന് പറയുന്നത്, ഡോക്ടറെ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴും എനിക്ക് ഭയങ്കര വേദനയാണ്, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, ഒരു 5 മിനിറ്റ് എടുത്തിട്ട് എനിക്ക് ബെഡിൽ നിന്ന് പൊങ്ങാൻ പറ്റുള്ളൂ, അങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ ബെഡിൽ നിന്ന് വേദന കൊണ്ട് ഉണർന്നു പോകുന്നുണ്ട്, ഉറക്കം ശരിയാവണമെന്നില്ല എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലായിട്ട് പിന്നെ വരുന്നത്. നമ്മൾ സാധാരണ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറയും. കൃത്യമായിട്ട് ഇങ്ങനത്തെ ആളുകളാണ് നമ്മൾ നൈറ്റ് പെയിൻ, രാത്രി വരുന്ന ബാക്ക് പെയിൻ, അതായത് ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ട്യൂമറും, ക്യാൻസർ മുതൽ നീരെട്ട് മുതൽ നട്ടിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ വരെ, സിവിയർ ആയിട്ടുള്ള ട്യൂബർക്ലോസിസ്, ഓസ്റ്റിയോമൈലിറ്റിസ് പോലെയുള്ള സിവിയർ ഇൻഫെക്ഷൻ വരെ ഈ ഒരു കാറ്റഗറിയിലാണ് സാധാരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഒരു MRI ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഈ കാറ്റഗറി ആളുകളെ നമ്മൾ ചികിത്സിക്കാൻ. ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്തു, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ MRIയിലോട്ട് പോയി, ഇൻഫെക്ഷനോ ട്യൂമറോ ഇല്ല, നീരെട്ട് മാത്രമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ആയുർവേദിക് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഉണ്ട്, ഇന്റേണലി മെഡിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ലോക്കലായിട്ട് വരുന്ന നീരിട്ടിനെ നമ്മൾ ഒഴിവാക്കുന്നു. അതേസമയം ആയുർവേദിക് മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സ നമുക്കറിയാം, ലേപനങ്ങളുണ്ട്, ബാൻഡേജുകളുണ്ട്, അതുപോലെ തന്നെ ധാരകളുണ്ട്, അതുപോലെ തന്നെ കിഴികളുണ്ട്, കടിയവസ്തി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ഞാവരെ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്. അത് കണ്ടീഷൻ അനുസരിച്ച് ഓരോ രോഗികൾക്കും വരുന്ന ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെയുള്ള പഞ്ചകർമ്മ ട്രീറ്റുകളും വളരെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റോ ഓരോ പ്രോട്ടോക്കോളല്ല, ലക്ഷണങ്ങളും പേഷ്യൻ്റെ പ്രസൻറ്റേഷനും നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് കുറച്ച് നമുക്കറിയാം കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രോഗിയെ നോക്കിയാൽ മാത്രമേ നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ. അടുത്ത ഗ്രൂപ്പ് ആളുകൾ സാധാരണ നമുക്കറിയാം, അവർക്ക് കൃത്യമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവും. ആ ബാക്ക് പെയിനുള്ള പേഷ്യൻറ്റ് രാവിലെ എണീക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ബാക്ക് പെയിൻ വിത്ത് മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ്. നമുക്കറിയാം ഒരു ആർത്രൈറ്റിക് കാറ്റഗറി ആളുകൾക്കാണ് നേരത്തെ പറഞ്ഞ സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രോപ്പതി എന്നൊക്കെ പറയുന്ന ആംഗിലോസിൻ സ്പോണ്ടൈലൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ യൂറിക് ആസിഡ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വരുന്ന പേഷ്യൻ്റാണ് ഈ ഒരു കാറ്റഗറി പെയിന് നമ്മൾ സാധാരണ വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് ആയുർവേദിക് മാനേജ്മെൻറ്റാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം ആമവാദമാണെങ്കിലും വാതരക്തം പോലുള്ള അസുഖങ്ങളിൽ വെറൈറ്റി ഓഫ് മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ നോക്കിയിട്ട് പേഷ്യൻ്റ് എന്താണോ പ്രസൻറ്റ് ചെയ്യുന്നത്, ഡിസ്കോജനിക് പെയിൻ ആണോ, അതല്ല ഇൻഫ്ലമേറ്ററി പെയിൻ ആണോ, അതല്ല ആർത്രൈറ്റിക് പെയിൻ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റാണ് നമ്മൾ ആദ്യം പോകുന്നത്. പേഷ്യൻ്റ് കൃത്യമായിട്ട് ആ ഒരു നീരിട്ട് ഇൻഫ്ലമേഷൻ മാറ്റിയ ശേഷം മാത്രമേ എക്സസൈസ് കൊടുക്കാവൂ എന്നുള്ളതാണ്. ഇൻഫ്ലമേഷനുള്ള സ്റ്റേജിൽ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വേദന കൂടുകയും ആ കണ്ടീഷൻ മോശമാവുകയുമാണ് സാധാരണ ചെയ്യാറ്. സോ ആ ഒരു നീരിട്ട് ഇൻഫ്ലമേഷൻ സബ്സൈഡ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ എക്സസൈസുകൾ കൊടുക്കാവൂ. കൃത്യമായിട്ടുള്ള ആയുർവേദിക് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ധാരകൾ ആയുർവേദത്തിലുണ്ട്. നമുക്കറിയാം നമ്മൾ ധാന്യാമളം പോലെയുള്ള മരുന്നുകൾ ചേർത്തിട്ടുള്ള ധാരകളുണ്ട്, അതുപോലെ തന്നെ തൈലങ്ങൾ ചേർത്തുള്ള മരുന്നുകളുണ്ട്. കിഴികളൊക്കെ ചെയ്യുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കിഴികൾ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഈ ടൈപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിനിൽ കൊടുക്കാറ്. കൃത്യമായിട്ടുള്ള വസ്തികളൊക്കെ ആയുർവേദത്തിൽ പറയുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. നമുക്കറിയാം നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണെങ്കിലും ഡിസ്കോജനിക് ബാക്ക് പെയിൻ ആണെങ്കിലും ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ആണെങ്കിലും വസ്തികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഓരോ കണ്ടീഷനിലും രോഗിയുടെ അവസ്ഥാനുസരണം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ആ കണ്ടീഷൻ മോശമാവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി ലാസ്റ്റ് വരുന്ന ടൈപ്പ് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് പറയുന്നത്. അധികം സമയം അവർക്ക് നിൽക്കാൻ കഴിയില്ല, അധിക സമയം അവർക്ക് നടക്കാൻ പറ്റില്ല, അതേസമയം കുറേ സമയം ഇരിക്കാൻ പറ്റും. അത് നേരെ തിരിച്ചാണ്. സാധാരണ ബാക്ക് പെയിനിൽ അധികം ഇരിക്കാനോ കുനിഞ്ഞ് നിൽക്കാനോ പറ്റാത്തതിന് പകരം നേരെ തിരിച്ച് അധികം നിൽക്കാനും അധികം നടക്കാനും അവർക്ക് പറ്റുന്നില്ല, അതേസമയം കുറേ സമയം അവർക്ക് ഇരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും പറയും. ഇതാണ് സാധാരണ ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതായത് നട്ടിൽ നിന്നും സുഷുമ്നാനാഡി പോകുന്ന ആ ഹോള് ചുരുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ കാലിലോട്ട് പോകുന്ന ഞരമ്പുകൾ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ക്ലോഡിക്കേഷൻ പെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല കാരണങ്ങളുണ്ട് അതിന്. സാധാരണയായിട്ട് നമുക്കറിയാം ഡിസ്ക് നന്നായിട്ട് തള്ളി സുഷുമ്നാനാഡി ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട്. അതല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച്, അതല്ലെങ്കിൽ സെഡൻറ്ററി ഹാബിറ്റ് അല്ലെങ്കിൽ ഒബീസിറ്റിയെ പോലെയുള്ള കണ്ടീഷനും ഉണ്ട്. നട്ടലിന് ചുറ്റുഭാഗമുള്ള ചില സ്ട്രക്ചറുകൾ, ഫേസിഡ് ജോയിൻറ്റ് ആർത്രോപ്പതി അല്ലെങ്കിൽ ലിഗമെന്റം ഫ്ലാവർ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷനുകൾ കൊണ്ട് സുഷുമ്നാനാഡി ചുരുങ്ങിപ്പോകുമ്പോഴും ഇതേ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു MRI എടുത്ത് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ക്ലോഡിക്കേഷൻ പെയിൻ വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാം നല്ല പുകവലിയൊക്കെ വലിക്കുന്ന ആളുകളാണ്, സിഗരറ്റ് വലിക്കുന്ന ആളുകളാണെങ്കിൽ വാസ്കുലാർ ക്ലോഡിക്കേഷൻ എന്നൊരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അത് രണ്ടും തിരിച്ചറിഞ്ഞ ശേഷം കൃത്യമായിട്ട് MRIയുടെ സഹായത്തോടെ നമുക്കത് ചികിത്സിക്കാൻ പറ്റും.
നമുക്കറിയാം ഈ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോഡിക്കേഷൻ പെയിൻ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതേസമയം നമ്മൾ MRIയിൽ നമ്മൾ കാണുന്ന ഒരു സ്പൈനൽ കനാൽ സിനോസിസ്, സുഷുമ്ന നാഡി ചുരുങ്ങുന്ന അവസ്ഥ, നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ് സൈനിൽ വന്നതുപോലെ കാലിലോട്ടുള്ള ബലക്കുറവ്, അതുപോലെ തന്നെ ബവൽ യൂറിൻ മലമൂത്രം പോകുന്ന അവസ്ഥയിലോട്ട് തീരെ പോകാതെ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന നമ്മളെ പ്രൈവറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ തൊടൻ്റെ ഉൾഭാഗത്തൊക്കെ തരിപ്പ് വരുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മൾ സർജറിയിലോട്ട് വിടുകയും ചെയ്യണം. ഈ ഏതൊരവസ്ഥയിലും, ഈ പറഞ്ഞ 5 അവസ്ഥയിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ രോഗിയെ കൃത്യമായിട്ട് ഒരു സർജൻ്റെ ഒപ്പീനിയനിലോട്ട് നമ്മൾ വിടേണ്ടതും വളരെ നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ പോലെയുള്ള പെയിനാണ്, അധികം നിൽക്കാനോ അധികം നടക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാലിലോട്ട് വരുന്ന ബലക്കുറവുകൾ, അതുപോലെ തന്നെ ഫുഡ് ഡ്രോപ്പ് പോലുള്ള അവസ്ഥകൾ, മലമൂത്രം പോവാതിരിക്കുക അല്ലെങ്കിൽ അറിയാതെ പോകുന്ന അവസ്ഥയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഹയർ സെൻറ്റർ, ഒരു ന്യൂറോ സർജൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്ത ശേഷം മാത്രമേ നമ്മൾ ചികിത്സിക്കാൻ പാടുള്ളൂ. ബാക്ക് പെയിൻ നമ്മൾക്ക് ഏത് സമയത്ത് എക്സസൈസുകൾ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഫ്ലമേറ്ററി ഫേസ് ആണെങ്കിൽ, അതായത് രോഗി കൃത്യമായിട്ട് നമ്മോട് പറയും 2 സൈഡിലോട്ട് ഉറക്കത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത്, അതില്ലെങ്കിൽ കിടന്നതിന് നമ്മൾ എണീക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് വേദന ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എപ്പോഴാണോ വേദന കുറയുന്നത്, ആ വേദന കുറയുന്നതനുസരിച്ച് പതുക്കെ നമുക്ക് പ്രോഗ്രസീവ് ലോഡിങ്ങോട് കൂടിയിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറി, ഈ 5 കാറ്റഗറി ബാക്ക് പെയിൻ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും എക്സ്റേയും MRIയും അതിൻ്റെ കൂടെ ആയുർവേദിക് മാനേജ്മെൻറ്റ്, ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണൽ മെഡിക്കേഷൻ, പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ബാക്ക് പെയിൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് നട്ടെല്ലിൻ്റെ മസിലുകളെ ബലപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ബാക്ക് പെയിൻ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെയാണ് സർജറി ആവശ്യമുള്ള കണ്ടീഷനുകളിൽ കൃത്യമായിട്ട് അതൊരു ന്യൂറോ സർജൻ്റെ, ഒരു സ്പൈൻ സർജൻ്റെ ഒപ്പീനിയൻ എടുത്ത് ആ പേഷ്യൻറ്റിനെ സർജറിയിലോട്ട് വിടുക എന്നുള്ളത് കൂടെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വഴി, ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോട്ടോക്കോൾ വഴി നമുക്ക് ബാക്ക് പെയിൻ മാനേജ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കാം. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.